പിന്നെ അവൻ ഏലിയാവിൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാനിലേക്ക് നിന്നു. അടുത്ത് ഏലിയാവിൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. തൊട്ടു മുമ്പ് ആരാ അടിച്ച? ആ പുതപ്പിട്ട് ആരാ അടിച്ചേ? ഈ പുതപ്പിട്ട് തൊട്ടു മുമ്പ് ആരാ അടിച്ചേ? ഏലിയാവ് അടിച്ചു. ഇപ്പൊ അടിച്ചതാരാ? വെള്ളം മാറിയില്ലേ? അടുത്ത വായിച്ചേ. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അടുത്ത് അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് എലീശ ഇക്കരെ കടന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? അമ്മേ, ദാഹത്തോടെ പോയി, വിശ്വാസത്തോടെ പോയി, ശക്തി പ്രാപിച്ച് ഇരട്ടി ബലത്തോടെ പുറത്തു വന്നു. ഇന്ന് ദാഹത്തോടെയാണ് ഈ പള്ളി വന്നിരിക്കുന്നതെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഇരട്ടി ശക്തി പ്രാപിച്ച് തന്നെ തിരിച്ചു പോകും. അപ്പോൾ ഈ മനുഷ്യൻ ശക്തിക്ക് വേണ്ടി ദാഹിച്ചു, അമ്മ കാത്തിരുന്നു, അനേകർ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ അവരുടെ നിരുത്സാഹത്തിൻ്റെ മുൻപിൽ ഒന്നും ഇയാൾ വീണില്ല. ഇയാളുടെ ലക്ഷ്യത്തിലേക്ക്, ക്രിസ്തു കൊടുത്ത ലക്ഷ്യത്തിലേക്ക് ഈ മനുഷ്യൻ ഓടുകയും ഓട്ടക്കളത്തിൽ ഓടി ആത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് അതേ ഏലിയാവ് ഏത് വെള്ളത്തെ അടിച്ച് രണ്ടാക്കിയോ അതേ വെള്ളത്തെ അടിച്ച് അതേ വഴിയേ എലീശയും തിരിച്ചു വന്നു. കണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഇതിനകത്തും വിശ്വാസത്തോടെ ആരെല്ലാം ഇരിക്കുന്നുവോ അവരുടെ മേൽ ശക്തിയെ പകരാൻ യേശു കർത്താവ് വന്നിട്ടുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. വന്നതുപോലെ പോകത്തില്ല, പിന്നെ ഇരട്ടി ബലം പ്രാപിച്ച് ഇരട്ടി ശക്തി പ്രാപിച്ച് കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞതെല്ലാം മറന്നുകളാ. ഇതെല്ലാം പൊട്ടിച്ചിട്ട് വേണം ഇന്ന് ഈ ആലയം വിട്ട് മടങ്ങി പോകാൻ. ഹല്ലേലൂയ. ഇന്ന് വന്നതുപോലെ ആരും പോകല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എബ്രായർ ലേഖനം 11:1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്ന വിശ്വാസം. ഹല്ലേലൂയ. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു വിശ്വസിച്ച് രോഗസൗഖ്യം പ്രാപിച്ചു. പക്ഷേ ക്രിസ്ത്യൻ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇന്ന് മരിച്ചാൽ ഞാൻ കർത്താവിനോടൊപ്പം പോകും. രോഗസൗഖ്യമാകുന്ന ഒരു ഭാഗമാണ്. എനിക്കൊരു ജോലി കിട്ടുമെന്നുള്ളതൊരു ഭാഗമാണ്. എൻ്റെ കടം മാറുമെന്നുള്ളതൊരു ഭാഗമാണ്. പക്ഷേ ഇത് സ്വർഗത്തിലെത്തിക്കുന്ന വിശ്വാസമല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പഠിച്ച് പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങും, അതൊരു വിശ്വാസമാണ്, നല്ലതാണ്. ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും, ജോലി കിട്ടുകയും ചെയ്യും. എനിക്ക് വീടില്ല, 2025 ഒരു വീട് കിട്ടും, പ്രാർത്ഥിച്ച് വിശ്വസിച്ച് കിട്ടും, അതൊക്കെ കിട്ടും. പക്ഷേ ഇതൊന്നും സ്വർഗത്തിലെത്തിക്കുന്ന വിശ്വാസം അല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കടം മാറും, ഈ പ്രതിസന്ധി മാറും, ഈ പ്രതികൂലം മാറും, ഈ പ്രശ്നം മാറും, ഈ ബന്ധനങ്ങളെല്ലാം മാറും. ശരിയാണ്, ഇതെല്ലാം മാറും. ഇവിടെ ഉള്ളതെല്ലാം തടസ്സങ്ങൾ മാറിപ്പോകും. പക്ഷേ ഇത് മാറി എന്ന് കരുതി ഈ വിശ്വാസം കൊണ്ട് ഒരു വ്യക്തിക്ക് ഇവിടെ എത്താൻ പറ്റില്ല. അത് ഇവിടെ കിട്ടാനുള്ള വിശ്വാസമാണ്. രോഗസൗഖ്യമായി, രോഗി യേശു സൗഖ്യമാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞ് രോഗി മരിച്ചു. അയാൾ എവിടെ പോയി എന്ന് പാവിയാണെങ്കിൽ അയാൾ നരകത്തിൽ തന്നെ പോയി. ഹല്ലേലൂയ. അയാൾ ക്രിസ്തുവിലാണ് ജീവിച്ചതെങ്കിൽ അയാൾ എവിടെ പോയി? കർത്താവിൻ്റെ അടുത്ത് തന്നെ പോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ രോഗസൗഖ്യം പ്രാപിച്ച വിശ്വാസം കൊണ്ട് ഒരിക്കലും എവിടെ പോയില്ല? ആ രോഗസൗഖ്യം പ്രാപിച്ച വിശ്വാസം കൊണ്ട് ഒരിക്കലും സ്വർഗത്തിൽ പോയില്ല. പക്ഷെ ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മരിച്ചാലും കർത്താവിനോട് കൂടെ ആയിരിക്കും എന്നുള്ള പ്രത്യാശയുടെ ഉറപ്പാണ് വിശ്വാസം. എന്താണ് വിശ്വാസം? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. ഒന്ന് പറയാം, യേശുവിനകത്തുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. വിശ്വാസത്തെ ഞാൻ ഉറപ്പിച്ചു. ആരുണ്ട് ഇതിനകത്ത്? യേശു ഉണ്ട്. വിശ്വാസം ഉറപ്പിച്ചോ? നമ്മുടെ അടുത്ത് ആരുണ്ട്? 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഏക മനസ്സോടെ എവിടെ ഉണ്ടോ അവിടെ ആരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്നാണ് കർത്താവ് പറഞ്ഞേ. അവരുടെ നടുവിൽ കർത്താവ് ഉണ്ടെന്ന് ഉറപ്പിച്ചു. ആ വചനത്തെ വിശ്വസിച്ചാൽ എൻ്റെ അടുത്ത് ആര് നിൽക്കുക? കണ്ടോ? ഇതാണ് വിശ്വാസം. കണ്ടില്ല, ഉണ്ട്. ഈ ഫാനൊക്കെ എനിക്ക് കാണാം, ഇതിലുള്ള വിശ്വാസമല്ല. പിന്നെ കാണാത്ത കാര്യങ്ങളുടെ വിശ്വാസം. കണ്ടോ? കാണാത്തതിൻ്റെ വിശ്വാസം, അതാണ് ക്രിസ്തീയ വിശ്വാസം. അപ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. പിന്നെ വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുവിനകത്തുണ്ട്. ഇനി കേട്ടെ, സ്വർഗത്തിൽ എൻ്റെ പേരുണ്ട് എന്നുള്ള വിശ്വാസം എത്ര പേർക്കുണ്ട്? അല്ല, കണ്ടില്ല, എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, എൻ്റെ പേര് അവിടെ ഉണ്ടെന്നുള്ളൊരു കരം അടിച്ചൊന്ന് സ്തുതിച്ചേ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങോട്ട് വചനം പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ക്രിസ്ത്യൻ വിശ്വാസം എന്ന് പറയുന്നത് ഇന്ന് മരിച്ചാലും ഞാൻ കർത്താവിനോട് കൂടെ ഇരിക്കും എന്നുള്ളതാണ്. പക്ഷേ രോഗം മാറുന്നത് വിശ്വാസമാണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഇതൊന്നും സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതല്ല. നമ്മൾ പലപ്പോഴും ഇതൊക്കെ മുറുകെ പിടിച്ച് ഒരു അത്ഭുതം കിട്ടും പറയും, ഓ പള്ളി പോയിട്ട് എന്ത് കിട്ടി? എനിക്ക് വീട് കിട്ടി, സ്വത്രം, എനിക്ക് കാറ് കിട്ടി, എനിക്ക് ഇത്ര ഏക്കർ കിട്ടി, എൻ്റെ കടഭാരം മാറി, എൻ്റെ പ്രശ്നം മാറി. നല്ലതാണ്. എൻ്റെ കുടുംബത്തിനകത്തൊരു കഴിഞ്ഞ നാളുകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ ഇന്ന് ഇതിനകത്ത് വീടിനകത്ത് ഭയങ്കര വ്യത്യാസം വന്നു. കണ്ടോ, മുറ്റത്തെല്ലാം കണ്ടോ, മുറ്റമൊക്കെ മാറ്റം വന്നു, വീടും പരിസരവും എല്ലാം മാറ്റം വന്നു. കണ്ടോ, ഇപ്പം പണ്ടത്തെ പോലെയല്ല 2 വണ്ടി 3 വണ്ടിയായി. എന്താ കാര്യം? ഞാൻ പള്ളിയിൽ ആരാധിക്കാൻ തുടങ്ങി, ഇതെല്ലാം കിട്ടി. പക്ഷേ സ്വർഗത്തിലെത്തിക്കുന്ന കിട്ടലുമല്ല, സ്വർഗത്തിലെത്തിക്കുന്ന വിശ്വാസവുമല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ആലല്ലേ നമ്മൾ പറയും, എനിക്ക് 5 അക്കൗണ്ട് ഉണ്ട്, അക്കൗണ്ടിൽ 5 ലക്ഷം വെച്ചുണ്ട്, എൻ്റെ ഇല്ല കേട്ടോ, 5 ലക്ഷം വെച്ചുണ്ട് എന്ന് പറയും. അപ്പോൾ ഈ വിശ്വാസവും സ്വർഗത്തിലെത്തിക്കുന്ന വിശ്വാസം അല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ നാളിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ സർട്ടിഫിക്കറ്റ് ഇനി ആഡ് ചെയ്തിരുന്ന കമ്പ്യൂട്ടർ മൊത്തം വെള്ളത്തിനകത്തായി. ആരൊക്കെ ഏതുവരെ പഠിച്ചെന്നുള്ള അതുപോലും അതിൻ്റെ ഇതുപോലും വെള്ളത്തിനകത്ത് മുങ്ങി, എല്ലാ തെളിവും നശിച്ചു. നിങ്ങൾക്കറിയാം, ഈ ഇടയ്ക്ക് നടന്ന കാര്യമോ? ദൈവത്തിന് സ്വന്തം. എത്രയോ സ്ഥലങ്ങളിൽ സർട്ടിഫിക്കറ്റുകൾ ഒഴുകിപ്പോയി. കമ്പ്യൂട്ടറിൽ അതിനകത്ത് ഡൗൺലോഡ് ചെയ്തിരുന്ന അതിൻ്റെ എല്ലാ കാര്യങ്ങളും പോയി. എത്രയോ കമ്പ്യൂട്ടറുകൾ വെള്ളത്തിനടിയിലായി, അതൊന്നും കിട്ടാൻ പറ്റാതായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ, ഇന്ന് ഈ ലോകത്തിലുള്ള സകലം നശിക്കാൻ ഒരു നിമിഷം പോലും വേണ്ട. അല്ലേ ലിയ? ഒരു സെക്കൻഡ് പോലും വേണ്ട. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെല്ലാം നശിച്ചാലും നശിക്കാത്തടുത്ത് നിന്നുള്ള കാര്യങ്ങൾ പ്രാപിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആശിക്കുന്നതിൻ്റെ ഉറപ്പും, ശ്രദ്ധിക്കുന്നുണ്ടോ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് വിശ്വാസം എന്ന് പറഞ്ഞ്. ഞാൻ കണ്ടില്ല, സ്വർഗം കണ്ടില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഇന്നും മരിച്ചാലും എൻ്റെ അപ്പൻ്റെ അടുക്കൽ കയറി പോകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഞാൻ വിശ്വാസത്താലാണ് അറിയുന്നത്. ഹല്ലേലൂയ. എൻ്റെ പേരവിടെ ഉണ്ടെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഇനി എൻ്റെ യേശു മരിച്ചത് ഞാൻ കണ്ടില്ല, അന്ന് ഞാൻ ജനിച്ചോ? നിങ്ങൾ ആരെങ്കിലും ജനിച്ചോണ്ടുണ്ടോ? ജനിച്ചോണ്ടെന്ന് കരവരുത്തിക്ക് യേശു ഉണ്ട്. മരിച്ചപ്പോൾ ഞാനും കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടോണ്ടാ നിന്ന് മറിയപ്പോലെ എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, അന്ന് മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. ആ ക്രൂശിനകത്ത്, ആ യേശുവിൻ്റെ ക്രൂശിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. കണ്ട, ഞാൻ ജനിച്ചിട്ട് പോലുമില്ല, ഞാൻ എന്ത് ചെയ്തു? അതങ്ങ് വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ക്രിസ്ത്യൻ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് മരിച്ചാലും ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോകും. നമ്മൾ പറയും കൽപ്പനകൾ അനുസരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് പറയും അല്ലേ? ഇതിനകത്ത് വചനം അനുസരിക്കുന്ന എത്ര പേരുണ്ട്? കരവുയർത്തിക്ക്. ഞാൻ ഇത്ര വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട് അന്ന് തൊട്ട് ഞാൻ വചനം എല്ലാം അനുസരിക്കുന്നു എന്ന് പറയുന്നിരുന്നു. കരവുയർത്തിക്ക്. ആരും ഉയർത്തത്തില്ല. ഒരാൾ ഉയർത്തി. വചനം അനുസരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ ഉയർത്തി. ദൈവത്തിന് സ്വന്തം, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ പറയും, ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും കൽപ്പനകൾ അനുസരിക്കുന്നു. പറയൂലേ? പറയും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ ടക്കനെ വായിച്ച്, അതിലാണ് കൽപ്പന. പഴയ നിയമത്തിലെ കൽപ്പന നടക്കുന്ന പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള ബാക്കി ആവർത്തന പുസ്തകത്തിനകത്തുണ്ട്, 6-7 അധ്യായത്തിനകത്തുണ്ട്. വായിച്ചേ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെ പ്രതിമയരുത്. അപ്പൊ പ്രതിമ ഇല്ലാത്തവരെല്ലാം കര ഉയർത്തിക്ക്. നമ്മുടെ വീട്ടിൽ ഒരു പ്രതിമയില്ല, യേശുവിൻ്റെതും ഇല്ല, വേറെ ഒന്നിൻ്റെ ഇല്ല. കര ഉയർത്തിക്ക്. ഞാൻ ആദ്യം ഉയർത്താം. ഇല്ല. അപ്പം വിഗ്രഹം ഉണ്ടാക്കാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല. അവരാണ് ആര്? വിഗ്രഹാരാധി. അപ്പോൾ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിഗ്രഹാരാധിയാണോ? അല്ലേ? അല്ലേ? സഹോദരങ്ങളെ, ഞാൻ പൊങ്ങച്ചം കാണിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ വിഗ്രഹം എന്തോന്നാ? മണ്ണുകൊണ്ട് ഉണ്ടാക്കണ്ട, ഞാൻ തന്നെ വിഗ്രഹമാണ്. കണ്ടോ? ഞാൻ പൊങ്ങച്ചം കാണിക്കുന്ന ആളാണെങ്കിൽ മണ്ണുകൊണ്ട് കല്ലുകൊണ്ടൊന്നും ഉണ്ടാക്കണ്ട. പിന്നെ ഒരാൾ എന്നെ പൊക്കി ഓ എന്തോ പ്രസംഗമായിരുന്നു എന്ന് പറയുന്നെന്ന് വെച്ചോ, അപ്പോൾ എന്നെ ആരാക്കി? അപ്പോൾ എൻ്റെ അകത്തൊരു ഇത് വരും. എന്നിട്ട് ഞാൻ പറയും, എനിക്ക് ഇന്ന് ഇത്ര മണിക്ക് പ്രസംഗം ഉണ്ടായിരുന്നു, ഇത്ര മണിക്ക്. അപ്പം വിഗ്രഹം ആരാ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ എന്നെ തന്നെ പൊക്കി കണ്ട, മണ്ണുകൊണ്ട് കല്ലുകൊണ്ട് ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ തന്നെ വിഗ്രഹമായി.
നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മണ്ണുകൊണ്ട് കല്ലുകൊണ്ടൊന്നും നമ്മളെ വീടിനകത്ത് വിഗ്രഹം ഇല്ല, ഇല്ലല്ലോ, ഇല്ല. ഞാൻ എന്നെ തന്നെ പൊങ്ങിക്കണ്ടാൽ അർത്ഥം എന്താ? ഞാൻ എന്തിനെയല്ല എൻ്റെ ദൈവത്തെക്കാൾ അധികമായി സ്നേഹിക്കുന്നു. ഞാനൊരു കാര്യം പണിതെന്ന് വെച്ചോ, ഒരു കാര്യം ഉണ്ടാക്കി, ഒരു പടം വരച്ചെന്ന് വെച്ചോ, ഓ ആ പടം കണ്ടോ, ശാലിനി വരച്ചതാ. ഇപ്പൊ ആരായി? പറ. വിഗ്രഹം. പടം വരച്ചോണ്ടല്ല, ഞാനാ. ഒരു പണി ചെയ്തു, കണ്ടോ? എല്ലാവരും വന്ന് നോക്ക് എൻ്റെ പണി എങ്ങനെ ഇരിക്കും, നോക്ക്. ഞാൻ ചെയ്തതാ, എൻ്റെ കണക്കിന് ചെയ്തതാ, എൻ്റെ ഇഷ്ടത്തിനങ്ങ് അവർ വിട്ടു തന്നു. ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ കണ്ടോ. നമ്മൾ പിന്നെ മൊബൈലിൽ അടിച്ച് 10 പേർക്ക് സെൻഡ് ചെയ്യാതെ സമ്മാനമില്ല. ഞാൻ പണിതതായിരുന്നു. കാരണം ഞാൻ ആരായിപ്പോൾ? പറ, ഞാൻ ആരായി? വിഗ്രഹമായി. ഇനി 10 പേര് തിരിച്ചിടണം വാട്സപ്പ് വഴി. ഓ നീയാണ് ചെയ്തല്ലേ, ഓ ഇത് 10 പേര് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെടുത്ത് വെച്ചിട്ട് വീട്ടിൽ പറയും, എടീ ചേട്ടാ മക്കളെ കണ്ടോടാ, എനിക്കിട്ട മെസ്സേജ് കണ്ടോ, ഓ പ്രസംഗം ഭയങ്കരമായിരുന്നു നിട്ട കണ്ടോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഭയങ്കരമായിരുന്നു കണ്ടോ. അപ്പം നമ്മുടെ അകത്ത് ഒരു പൊങ്ങച്ച ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ വായിലൂടെ പറ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇവിടെ മണ്ണും കല്ലുകൊണ്ടുള്ള വിഗ്രഹം വേണ്ട, ഞാൻ തന്നെ ആരായി. നിങ്ങൾക്ക് മനസ്സിലായല്ലേ? അപ്പം സ്വർഗത്തിൽ പോവോ? പറ, പോവോ? വിഗ്രഹം ആരാധിക്കുന്നവർ സ്വർഗത്തിൽ പോവില്ല, പോവോ? അപ്പം ഞാൻ തോറ്റല്ലോ. മണ്ണുകൊണ്ട് വീട്ടിലില്ല യേശു, അല്ലെങ്കിൽ വേറെ ഒരു അന്യ ദൈവങ്ങളും മണ്ണുകൊണ്ട് എൻ്റെ വീട്ടിലില്ല. പക്ഷേ ഞാൻ ആരായി? ഇപ്പം പൊങ്ങഞ്ച കാണിച്ച് ആരായി? ഞാൻ ആരായി? വിഗ്രഹം. ഇനി കേട്ടോ, 10 പേരെന്നെ പൊക്കി പറഞ്ഞാലേ എനിക്കൊരു സ്വസ്ഥതയുള്ളൂ. ഒരു ഫാൻ ഇട്ട്, ആ ഫാൻ എന്താ കറങ്ങാത്തത്? കാരണം എന്താ? ഞാൻ ഇട്ടതുകൊണ്ടാണ്. മനസ്സിലായോ? അർത്ഥം എൻ്റേതാണെന്നുള്ള ഒരു ചിന്ത അവിടെ, വേറെ ഒന്നും വേണ്ട. അയാൾ എന്നെ വിഗ്രഹം തന്നെയാണ്. നിങ്ങൾക്ക് വെളിപ്പെട്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഇതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, സ്തോത്രം. മനസ്സിലായോ? അപ്പം നമ്മൾ സ്വർഗത്തിൽ പോകും. പിന്നെ എങ്ങനെ പോകും? അടുത്ത വരി വായിച്ച്. അപ്പോൾ അത് അവിടെ തോറ്റു. എവിടെ തോറ്റു? വിഗ്രഹം ആരാധിക്കുന്നവരല്ല. ഇതിനകത്തിരിക്കുന്ന ആരോട് ചോദിച്ചാലും പറയില്ല സിസ്റ്റർ, ഞാൻ ഇപ്പോൾ അവിടെ പോകത്തില്ല, ഇവിടെ പോകുന്നില്ല, ഇപ്പുറത്ത് പോകുന്നില്ല, എൻ്റെ വീട്ടിൽ അങ്ങനെ അന്യ ദൈവങ്ങളുടെ ഫോട്ടോ ഇല്ല, പിന്നെ ഇതില്ല, എല്ലാം പറയും. ഞാൻ ലെറ്റർ വന്നാൽ വലിച്ച കയറി അങ്ങ് ദൂരെ കൊണ്ട് കളഞ്ഞ് സൈഡിലുള്ള എല്ലാം മാറ്റും, എല്ലാം ചെയ്യും. പക്ഷെ വിഗ്രഹമില്ല. നമ്മൾ തന്നെ വിഗ്രഹങ്ങളാണ്. ചിന്തിച്ചോ? മനസ്സിലായോ? നമ്മളേ ഒരു വിഗ്രഹം. നോക്കിക്കേ, ഒരു ഡ്രസ്സ് നമ്മൾ എന്താണെന്ന് തിരിച്ചറിയണം. മണ്ണുകൊണ്ട് കല്ലുകൊണ്ടും ഉണ്ടാക്കി വെക്കുന്നത് മാത്രമല്ല സ്നേഹിതരെ വിഗ്രഹം എന്ന് പറയുന്നത്. ദൈവത്തെക്കാൾ അധികം ഞാൻ എന്തിനെ പ്രാധാന്യം കൊടുത്താലും സ്നേഹിച്ചാലും അതൊരു വിഗ്രഹമാണ്. ഹല്ലേലൂയ. എന്തിനെ സ്നേഹിച്ചാലും അത് ഒരു വിഗ്രഹം തന്നെയാണ്. അപ്പൊ ഞാൻ സ്വർഗത്തിൽ പോവും? തോറ്റു അല്ലേ? തോറ്റു. അടുത്തവര് വായിച്ചേ. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. കണ്ടോ, ഇതൊന്നും നമസ്കരിക്കുന്നില്ല, പക്ഷെ നമ്മുടെ അകത്ത് തന്നെ ഇതെല്ലാം ഉണ്ട്. അടുത്ത വരി. നിന്റെ ദൈവമായ യഹോവയെ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പഴിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. ആരൊക്കെ വൃഥാ എടുക്കുന്നവരുണ്ട്? വൃഥാ എടുക്കുന്ന ഒരു പോക്കാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വൃഥാ എടുക്കുന്നത് പരിശുദ്ധാത്മാവിതാ പറയുന്നു. പറഞ്ഞില്ല എങ്കിൽ ഇത് കയ്യിന്നിട്ട് അങ്ങ് പറയും, ആത്മാവിതാ നിന്നോട് പറയുന്നു. വൃഥാ എടുക്കുകയാണ്. ആവശ്യമില്ലതാണ് എടുത്തത്. ഇപ്പം എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടല്ല, പ്രസംഗിക്കുമ്പോൾ ആത്മാവ് നിന്നോട് ആലോചന പറയുന്നു. പറഞ്ഞില്ല, പറയാതെ കയ്യിന്നിട്ട് ഒരു ഗുമ്മിന് വേണ്ടി. കേട്ടിട്ടില്ലേ? ഒന്നിരിക്കട്ടെ, ചിന്തിക്കട്ടെ, എനിക്കും ആത്മാവ് സംസാരിക്കും. കണ്ടോ, വൃഥാ എടുത്ത പോക്കാണ്. കണ്ടോ, വൃഥാ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എന്നിട്ട് അടുത്ത് വൃഥാ എടുക്കരുത്. ഒരു പാപം ചെയ്തിട്ട് നമ്മൾ പറയുന്നൊരു ഡയലോഗാണ്, എല്ലാവരും പറയും. നോക്കിയേ, അതാരും അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ രഹസ്യമായിട്ട് വെച്ചിട്ട് പറയും. പതുക്കെ അതിന് പുറത്തൂടെ കള്ളമൊക്കെ ഇട്ട് മറച്ച് നമ്മൾ മൂടി പറഞ്ഞിട്ട് പറയും, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. എന്നിട്ട് അടുത്ത അവസാനം പറയും, ആരൊക്കെ എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ദൈവം കാണുന്നല്ലോ. ഇപ്പം മനസ്സിലായോ എന്താന്നാണ്? വൃഥാ എടുത്തോല്ലേ? അപ്പം നമ്മൾ സ്വർഗത്തിൽ പോകും. പറ, പോവോ? വൃഥാ എടുത്തോ ഇല്ലേ? എന്തിനാണ് വൃഥാ എടുത്തത്? ആ കള്ളം വെളിയിൽ വരാതിരിക്കാൻ ആളുകളുടെ മുമ്പിൽ നിന്ന് പറയും, നിങ്ങളാരും എന്നെ എല്ലാം പൊട്ടക്കള്ളം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്, ആരും എന്നെ വിശ്വസിക്കണ്ട, കുഴപ്പമില്ല, എൻ്റെ ദൈവം കാണുന്നു. ദൈവം പറയുന്നു, നിന്നെ ഈ ആളുകളെ മുമ്പിൽ നീ അത്തിയില കൂട്ടിത്തുന്നിയാലും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നീ നഗ്നതയുള്ള ആളാണ്.
കണ്ടോ, നീ ആളുകളെ കാണിക്കാൻ ആത്തിയല കൂട്ടി അപ്പം സ്വർഗത്തിൽ പോവുമോ? അകത്ത് ഇറങ്ങുന്നുണ്ടോ കാര്യങ്ങൾ? മനസ്സിലാകുന്നുണ്ടോ? വൃത. ഇനി ചിലരുണ്ട് വേദവസ്ത്രം ചാടിക്കറി എടുക്കും, കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ വരും. വാടി അടിച്ച് സത്യം ചെയ്യും, വൃത. വാ വാ എന്നാ ഇത് സത്യം ചെയ്തിട്ട് പോയാൽ മതി. എന്നാ പിന്നെ വേദപുസ്തകം എടുക്കാം പപ്പ ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല പപ്പ, വേദപുസ്തകം എടുക്കാം, എടറി വേദപുസ്തകം. പപ്പ പറയും വേദപുസ്തകം എടറി. എന്നാ പിന്നെ അടിച്ച് രണ്ട് സത്യം. വൃത പൊട്ടക്കള്ളം ചെയ്ത് പാപം ചെയ്തിട്ട് അപ്പനെ മറയ്ക്കാൻ അമ്മയെ മറയ്ക്കാൻ അടിച്ചത്. വൃത എടുക്കുന്നതിന് ദൈവം വിടില്ല. അപ്പൊ സ്വർഗത്തിൽ പോകും. നമ്മൾ എത്ര പ്രാവശ്യം വൃത എടുത്ത് നോക്കിയേ, എവിടെ കൂടെയെല്ലാം വൃത എടുത്ത് നോക്കിയേ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കുടുംബജീവിതത്തിനകത്തും പുറത്തും അകത്തും അപ്പനമ്മ മക്കൾ ബന്ധത്തിനകത്തും സഭാ ബന്ധത്തിനകത്തും എത്ര പ്രാവശ്യം നമ്മൾ വൃത എടുക്കുന്നു നോക്കിയേ. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളോട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ വൃത എടുത്ത പോക്കാണ്. അടുത്ത വരി വായിച്ചേ. അപ്പൊ അവിടെയും തോറ്റൂല്ലേ? അടുത്ത വരി വായിച്ചേ. തന്റെ നാമം വൃത എടുക്കുന്നവനെ ശിക്ഷിക്കാതെ വിടുകയില്ല. അടുത്ത് ശബത്ത് നാളിൽ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. ശബത്ത് നാള് മുടങ്ങാതെ വന്ന എത്ര പേരുണ്ട് കരകീർത്തിക്ക്? ഒറ്റ ശബത്ത്. നമ്മൾ ശബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ നമ്മൾ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ഞായറാഴ്ച ആയതുകൊണ്ടും എല്ലാവർക്കും അവധി ഞായറാഴ്ച ആയതുകൊണ്ടും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ദിവസം അതാ ഞായറാഴ്ച ദിവസം. എന്നാ കർത്താവെ ഞാൻ ആരാധിക്കേണ്ട ദിവസം ഞായറാഴ്ചയാണ്. ഞാൻ ഒരു ഞായറാഴ്ച പോലും ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല. കരകീർത്തിക്ക്. അപ്പൊ സ്വർഗത്തിൽ പോകും. കൽപ്പനയാണിത്. സ്വർഗത്തിൽ പോവോ? സ്വർഗത്തിൽ പോവോ? പോവില്ലേ? കൽപ്പന അനുസരിച്ച് പോകാൻ പറ്റുമോ? അവിടെയും തോറ്റില്ലേ? അടുത്തവർ വായിച്ചേ. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. നീയും നിന്റെ പുത്രനും പുത്രിയും. അന്ന് നീ നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാൽക്കൽ അകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. അടുത്ത് 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും അടുത്ത് സമുദ്രവും അവയിലൊക്കെ ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് 12 നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക. അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്ന എത്രയുണ്ട്? എല്ലാവരും നമ്മളെല്ലാവരും അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്നവരാണോ? എത്ര പ്രായം ചെന്നാലും നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ? അതിൽ ജയിച്ചവരെ ഒന്ന് കര ഉയർത്തിക്കുക നോക്കട്ടെ. തോറ്റു തൊപ്പിയിട്ടല്ലേ? അപ്പൊ കൽപ്പന അടുത്തൊന്നും പോയില്ലേ? പൊളിഞ്ഞോ ഇല്ലേ? പൊളിഞ്ഞു. അടുത്ത് കൊല ചെയ്യരുത്. കൊല ചെയ്യാത്ത ആരുണ്ട്? സിസ്റ്ററെ, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഒരു പല്ലിയെ പോലും കൊന്നിട്ടില്ല എന്നല്ലേ പറയുന്നത്? ഒരു പാറ്റയെ പോലും. ഇതിൽ നമ്മൾ പറയുന്ന അനേകര്. ഞാനല്ല, ഞാൻ പല്ലിയും പാറ്റയെ കൊല്ലും. അപ്പോൾ പല്ലിയും പാറ്റയും പോലും ഞാൻ കൊന്നിട്ടില്ലെന്ന് അനേകർ പറയത്തില്ലേ? കോപിക്കാത്ത എത്ര പേരിനകത്ത് ഉണ്ട്? കോപിക്കാത്തൊരു വര ഉയർത്തിക്ക്. അപ്പം കൊല ചെയ്തില്ലേ? അപ്പൊ പോകൂ. തോറ്റ ഇല്ലേ? നമ്മൾ തോറ്റ ഇല്ലേ? അപ്പൊ കൽപ്പന അനുസരിച്ച് പോകാൻ പറ്റുമോ? പിന്നെ എങ്ങനെ സ്വർഗത്തിൽ പോകും? അടുത്തവര്. വ്യഭിചാരം ചെയ്യരുത്. മത്തായി 5:23 വായിച്ചേ. മത്തായി 5:23 അല്ല, മത്തായി 5 എടുത്തേ. ഞാൻ എടുക്കട്ടെ ആ വാക്യം. മത്തായി 5-ാം അധ്യായം അതിൻ്റെ സ്തോത്രം. ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നവനെല്ലാം അവളോട് പാപം ചെയ്തു. ഇത്ര വാക്യം 28 വായിച്ചേ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവന് എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വിചാരം ചെയ്തു പോയി. അവളെ തൊട്ടില്ല, അവളെ അടുത്തിരുന്നില്ല. അപ്പൊ സ്വർഗത്തിൽ പോവും. കരവൊന്നടിച്ചേ. ഉറക്കെല്ലാം പോട്ടെ. ഈ വചനകത്തിറങ്ങിയേ തീരൂ. ഉമ്മേ നമ്പി വന്നേ നമ്പക്കപ്പെടല്ലേ, ഉന്തയ എന്നെ കൈവിടല്ലേ. ഉമ്മേ നമ്പി വന്നേ നമ്പക്കപ്പെടല്ലേ, ഉന്തയ എന്നെ കൈവിടല്ലേ. വെറും കയ്യാ ഞാൻ കടന്നു വന്നേ, ഇരുപരിവാരങ്ങൾ എനക്കു തന്നേ. വെറും കയ്യാ ഞാൻ കടന്നു വന്നേ, ഇരുപരിവാരം എനക്കു തന്നേ. ഉമ്മൈ തുതിപ്പേ. ഉമ്മൈ തുതിപ്പേ. ഉമ്മേ നമ്പി വന്നേ നമ്പക്കപ്പെടല്ലേ, ഉന്തയ എന്നെ കൈവിടല്ലേ. ഉമ്മേ നമ്പി വന്നേ നമ്പക്കപ്പെടല്ലേ, ഉന്തയ എന്നെ കൈവിടല്ലേ. വെറും കൈയാ ഞാൻ കടന്നു വന്നേ, ഇരുപരിവാരങ്ങൾ എനക്കു തന്നേ. വെറും കൈയാ ഞാൻ കടന്നു വന്നേ,
കൽപ്പന അനുസരിക്കാതെ ആരും ഇവിടെ പോകത്തില്ല, സ്വർഗത്തിൽ പോകത്തില്ല. അപ്പോൾ കൊലപ്പുള്ളിയിൽ നമ്പർ പണിത് ആരാണ്? നമ്മൾ ഓരോരുത്തരും അല്ലേ? അപ്പോൾ കൊലയിലും തോറ്റു. അടുത്ത വാക്യം. അപ്പോൾ വ്യഭിചാരം നോക്കിയേ. അപ്പോൾ ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ പോസ്റ്റർ കണ്ടാൽ പോലും പല ചിന്തകളും ആൾക്കാർക്ക്. സിനിമയുടെ പോസ്റ്റർ ഇല്ലേ, അത് കണ്ടാൽ പോലും ഈ ചിന്ത അനേകർക്ക് എന്ത് ചെയ്യും? ഒന്നുകൂടെ വായിച്ചാൽ എന്നിട്ട് ചിന്തിച്ചു നോക്കിയാൽ വരുന്നുണ്ടോ ഇല്ലേ എന്ന്. വായിച്ചേ. മത്തായി സുവിശേഷം 5:28 വായിച്ചേ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിനെ അവളെ നോക്കുന്നവന് എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. തൊട്ടില്ല, അടുത്തിരുന്നില്ല, അവളെ വീട്ടിൽ പോയില്ല, അവളെ മുറിയിൽ പോയില്ല, പിന്നെ എന്ത് ചെയ്തോളൂ? വ്യഭിചാരം ചെയ്തെന്ന് പുതിയ നിയമം. അപ്പൊ സ്വർഗത്തിൽ പോവോ? പറ. ആരൊക്കെ പോവും? പറ. പോവെന്നുള്ള ഒരാൾ പറ. പോവും? പോവില്ല. വചനം അനുസരിക്കുന്ന എത്ര പേര് ഈ പള്ളിക്കകത്തുണ്ട്? ഞാൻ അനുസരിച്ച ഒന്ന് പറയാം, സ്നാനപ്പെട്ടു. അതാണ് ഞാൻ അനുസരിച്ചത്. ഞാൻ അനുസരിച്ച ഒന്നേ ഉള്ളൂ. എന്തെന്നാ? സ്നാനപ്പെട്ടു. അതാണ് ഞാൻ കർത്താവ് പറഞ്ഞ കൽപ്പന അനുസരിച്ച ഒരേ ഒരു കാര്യം, സ്നാനപ്പെട്ടു. ഇനി വചനം അനുസരിക്കുന്ന ആരൊക്കെ ഉണ്ട്? അടുത്ത വരി വായിച്ചേ. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, അടുത്ത് മോഷ്ടിക്കരുത്. മോഷ്ടിക്കരുത്. മോഷ്ടിക്കാത്ത എത്ര പേരിനകത്തിരിപ്പുണ്ട്? മറ്റൊരാളുടെ ഒരു സാധനവും എൻ്റെ കയ്യിലില്ല, തിരിച്ച് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തത് മോഷണം തന്നെ. അതവർ സാധനമെല്ലാം മോട്ടിച്ച് വെച്ചിരിക്കല്ലേ? എത്ര പേരുണ്ട്? പോവും? അപ്പോൾ പോവൂല. മോഷ്ടിക്കരുത്. അടുത്ത് കൂട്ടുകാരൻ നേരെ കള്ളസാക്ഷ്യം പറയരുത്. എത്ര പേരുണ്ട് കൂട്ടുകാരനോട് കള്ളം പറയാത്ത? ചിലർ പറയും ഞാൻ ചെറുതേ പറഞ്ഞോളൂ. ചെറുതായിരുന്നാലും മരുന്നായിരുന്നാലും കള്ളം തന്നെ. അപ്പോൾ കള്ളം പറയാത്ത ആരുണ്ട്? ഇനി പുതിയ നിയമത്തിൽ വേറൊരു വാക്യം പറയാം. ഇത് പഴയ നിയമമല്ലേ, പുതിയ നിയമത്തിൽ പറയാം. യേശു കർത്താവ് നിന്റെ വീട്ടിലൊരു കല്യാണം വന്നാൽ, ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? സ്വർഗത്തിൽ പോവില്ലേ? കൽപ്പന ആരൊക്കെ അനുസരിക്കും? പെന്തക്കോസ്തുകാരാണ് നമ്മൾ, സ്നാനപ്പെട്ടവരാണ് നമ്മളെല്ലാവരും, അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവരാണ്. സ്വർഗത്തിൽ പോകുന്നറിയണ്ടേ? അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, നിന്റെ വീട്ടിൽ ഒരാളിന് കല്യാണം വന്നാൽ നീ ആരെ വിളിക്കണം? നിന്റെ ബന്ധുക്കൾ ആരെയും വിളിക്കല്ലേ? പണക്കാരെയും വിളിക്കല്ലേ? പിന്നെ ആരെ വിളിക്കാവൂ? ഇതിനകത്ത് ഒരാൾ കൈവെക്കും. അങ്ങനെയുള്ള ഒരാൾ കൈവെക്കും. ഞാൻ ഉൾപ്പെടെ ഒരാൾ കൈവെക്കും. ഒറ്റ കൽപ്പന ഞാനോ നിങ്ങൾ അനുസരിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? ഉണ്ടാ? ഇനി നിന്റെ വസ്ത്രം എടുക്കുന്നതിന് പുതപ്പും തടുക്കരുത്. ആരൊക്കെ കൊടുക്കുന്നുണ്ട്? നിങ്ങൾ അങ്ങോട്ട് റോഡേ പോകുമ്പോൾ ഇതിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളെ വണ്ടി കൈ അടിച്ചത്, ബ്രദറെ ആ വണ്ടി ഇങ്ങ് വേണം, തരുമോ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ താക്കോൽ കൂടെ തരാം, എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ബുക്ക് കൂടെ വന്ന് ആ ബുക്ക് കൂടെ. അതാണ് ബൈബിളിൽ വചനം. ഇത് കൊടുക്കണമെന്നാണ് ബൈബിൾ വചനം. നമ്മൾ ആര് കൊടുക്കും? ഞാൻ കൊടുക്കും, നിങ്ങൾ കൊടുക്കും. ഇതിനകത്ത് ആര് കൊടുക്കും? അപ്പോൾ കൽപ്പന ആരനുസരിക്കുന്നു? നമ്മൾ അനുസരിക്കുന്നുണ്ടോ? പറ, അനുസരിക്കുന്നുണ്ടോ? ഒന്നെങ്കിലും ഉണ്ടോ? സഭ ആരാധന മുടക്കരുത്. ശരി, ചിലർ പറയും ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് സിസ്റ്ററെ. ഇതിനകത്ത് ചിലരൊക്കെ കാണും, അത് പിടിച്ചുകൊണ്ടിരിക്കുന്നവരാരോ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് സിസ്റ്ററെ ഇന്ന് വരെ എനിക്ക് എണീക്കമയിൽ നിരങ്ങിയെങ്കിലും ഞാൻ ഈ പള്ളിക്കകത്ത് ഒന്ന് വീണിട്ടുണ്ട് പറയുന്നവരുണ്ടല്ലേ? ആരോ ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവ് വീണ്ടും വീണ്ടും പറയുന്നത്, നീ ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടാണോ ഒന്നേ, അല്ലെങ്കിൽ അവിടെയും പൊളിക്കും. പള്ളി വന്നത് എങ്ങനെ വരണം? കൽപ്പന പേടിച്ചല്ല, ദൈവം കൊന്നുകളയെന്ന് പേടിച്ചല്ല, നരകത്തിൽ തള്ളിയിടുന്നു പേടിച്ചല്ല. ഒരു പെണ്ണും പയ്യനൊരു പെണ്ണ് സ്നേഹമാണെങ്കിൽ ആ പയ്യനെ ആ പെണ്ണ് കാണാൻ ഒളിച്ചൊളിച്ച് പോകുന്നത് അവനോടുള്ള സ്നേഹം കൊണ്ടാണോ, അവൻ കൊന്നുകളയെന്ന് വിചാരിച്ചാണോ? ഇതുപോലെ എത്ര ഒരു പള്ളി വരുന്നുണ്ട് എൻ്റെ പ്രാണപ്രിയനോടുള്ള സ്നേഹം കൊണ്ട്. ഇത് മാത്രമേ അവിടെ പ്രസാദിക്കൂ. അപ്പൊ കൽപ്പന ഒന്നെങ്കിലും ഉണ്ടോ? നമ്മളെ നീതി പ്രവർത്തികളൊക്കെ എങ്ങനെയാണ്? കറ പുരണ്ട. അപ്പം നമ്മൾ സ്വർഗത്തിൽ പോകില്ലെന്ന് ഉറപ്പായില്ലേ? പോവോ? അപ്പം നമ്മളെ നീതി പ്രവർത്തികൾ കൊണ്ടൊന്നും എവിടെ പോകൂല, സ്വർഗത്തിൽ പോകൂല. ഞാൻ ഇനി നമ്മൾ വിചാരിക്കും 10 വീട് സാധുക്കൾക്ക് വെച്ചു കൊടുത്താൽ എൻ്റെ വീടും വസ്തു എല്ലാം വിറ്റ് പാവങ്ങളെ സഹായിച്ചാൽ ഞാൻ എവിടെ പോവും? സ്വർഗത്തിൽ പോവില്ല. എന്തുകൊണ്ട് പോകത്തെ? അത് ഞാൻ ചെയ്തതുകൊണ്ട് ആൾക്കാരെന്നെ നീതിമാനെന്ന് പറയും. ആൾക്കാർ ആ ശാലിനി സിസ്റ്റർ നോക്ക് എല്ലാം വിറ്റ് സാധുക്കൾ കൊടുത്തു, അവർ നോക്ക് സാധുക്കൾക്ക് എല്ലാം വസ്ത്രം കൊടുത്തു, ആഹാരം കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ ഇത് കൊടുത്തു, അത് കൊടുത്തു, കണ്ടോ എന്ന് ജനം പറഞ്ഞ് നീതിമാന്മാരാക്കി മാറ്റും. പക്ഷെ ദൈവം നീതിമാനെന്ന് പറയത്തില്ല. ദൈവം നീതിമാനെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തു എൻ്റെ അകത്ത് വന്ന് എന്നെ നീതീകരിച്ച് എൻ്റെ ദൈവം പറയണം ഇവൾ നീതിമാനാണ്. കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? ആരെൻ്റെ അകത്ത് വന്ന് പറയണം? യേശു കർത്താവ് എൻ്റെ അകത്ത് വന്ന്
ന്യായപ്രമാണത്തിൻ്റെ നീതി ഒരിക്കലും ഒരു മനുഷ്യനെ നീതിമാനാക്കത്തില്ല. ഈ കൽപ്പന അനുസരിച്ച് ഒരാളിന് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. നീതിമാനാകുന്നത് അകത്തു നിന്ന് വീണ്ടും ജനിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ജീവനിലൂടെയാണ്. ആ ജീവനിൽ വിശ്വസിക്കുന്ന മക്കളാണ് കർത്താവ് നീതിമാന്മാരാക്കി ഭൂമിയിലാക്കുന്നത്. എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? എബ്രായർക്കെഴുതിയ ലേഖനം പറയുമ്പോൾ മനസ്സിലാവും. എബ്രായർക്കെഴുതിയ ലേഖനം, റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17 വായിച്ച് എങ്ങനെ നീതിമാന്മാരാകാം പറഞ്ഞ്. അപ്പം നമ്മളെല്ലാവരും തോറ്റോ ഇല്ലേ? കൽപ്പന അനുസരിച്ച് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? പറ, കൽപ്പന അനുസരിച്ച് സ്വർഗത്തിൽ പോകാൻ പറ്റും? ശ്രദ്ധിച്ച് കേട്ടെ. എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ ഇല്ലേ? എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ ഇല്ലേ? പ്രിയൻ വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. പ്രിയൻ വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. ബലം ലഭിച്ചാൽ മതി എനിക്ക്. ഉലക സുഖം വേണ്ടെനിക്ക്, മനുഷ്യമാനം വേണ്ടെനിക്ക്. ഉലക സുഖം അമ്മ വേണ്ടെനിക്ക്, മനുഷ്യമാനം വേണ്ടെനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ ബലം ലഭിച്ചാൽ മതി എനിക്ക്. പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. ബലം ലഭിച്ചാൽ മതി എനിക്ക്. അനുദിനവും പരിപൂർണമാ പരിശുദ്ധി നീ തരണേ പ്രിയ. അനുദിനവും അമ്മ പരിപൂർണമാ പരിശുദ്ധി നീ തരണേ പ്രിയ. പറന്നിടുവാൻ വേണ്ടതായ ബലം ലഭിച്ചാൽ മതി എനിക്ക്. ബലം ലഭിച്ച അപ്പാ മതി എനിക്ക്. ബലം ലഭിച്ച റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിക്കും. ശ്രദ്ധിക്കണം, ഇനിയുള്ള ഭാഗങ്ങളെല്ലാം ശ്രദ്ധിക്കണം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. റോമർ 3:20 വായിച്ചേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയല്ലേ നമ്മൾ ചെയ്ത പള്ളി വന്നതും? പിന്നെ മനസ്സ് മാറി ശ്രദ്ധ നീതിമാനെന്ന് എഴുതി വെച്ചു. അവനെ ദൈവം മാറ്റിയിട്ട് അവനെ നീതിമാനാക്കിയത് എങ്ങനെ നോക്കി? അവൻ്റെ പ്രവർത്തികൾ കൊണ്ട് അവൻ ഒരിക്കലും നീതിമാനായില്ല. അവൻ്റെ പ്രവൃത്തി എന്തോന്നാ? ഭാര്യയോട് പറഞ്ഞു, നീ ഒരിക്കലും ഞാൻ ഭർത്താവെന്ന് പറയില്ലെങ്കിൽ അവരെ എന്നെ കൊല്ലും. എങ്ങനെ നീതിമാനാക്കും? നീതിമാനാണോ? അല്ലേ? അല്ല. അയാളുടെ പ്രവൃത്തിയിലൂടെ ഒന്നും അബ്രഹാം ആരാകത്തില്ല, നീതിമാനാകത്തില്ല. പക്ഷേ ഭാര്യയോട് പറഞ്ഞു, നീ അങ്ങനെ പെങ്ങളെന്ന് പറഞ്ഞു, അവളെ കൊണ്ടുപോയി. പിന്നെ തിരിച്ചുവിടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉള്ള അബ്രഹാമിനെ ദൈവം കയ്യിലെടുത്ത് പണിതു. അബ്രഹാമിനെ നീതിമാനാക്കി. എങ്ങനെ മാറ്റി? വായിച്ചേ റോമർക്കെഴുതിയ ലേഖനം വായിച്ചേ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അടുത്ത, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. വയസ്സായി. എത്രയായി? 99 വയസ്സായി. എത്ര വയസ്സായി? പണ്ട് വൃദ്ധനായി. ഭാര്യയും നല്ല വൃദ്ധയായി. നീതിമാനായ എങ്ങനെയാണ് പറയുന്നത്? സ്വർഗത്തിൽ പോണ്ടേ? നമുക്ക് എല്ലാവർക്കും പോണ്ടേ? അതെ വേറെ വല്ലയിടം പോണോ? പറഞ്ഞേ. സ്വർഗത്തിൽ പോണ്ടേ? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിൽ പോവുമോ? ഇല്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിൽ പോവുമോ? ഇല്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് സ്വർഗത്തിൽ പോവുമോ? ഇല്ല. എന്തുകൊണ്ടാണ് പോകത്തെ? കർത്താവ് നീതിമാനാക്കണമെങ്കിൽ ഇതിന് ബൈബിളിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട്. കർത്താവ് നീതിമാനെന്ന് എഴുതണമെങ്കിൽ
മനുഷ്യൻ നീതിമാനെന്ന് എഴുതും. നമ്മൾ ഒരുപാട് നല്ല പ്രവൃത്തികൾ ദേശത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ നല്ല കാര്യമാണ്. പക്ഷെ ദൈവം നീതിമാനെന്ന് എഴുതണമെങ്കിൽ ആൾക്കാർ പറയും നല്ല ആൾക്കാരാ, നല്ല സഹകരണമാണ്, നല്ല രീതിയിലെല്ലാം ചെയ്യുന്നവരാന്ന് ആൾക്കാർ പറയും, നീതിമാനാക്കും. പക്ഷേ ദൈവം നീതി പ്രവൃത്തികൾ ചെയ്യാൻ നീതിമാനാകണമെങ്കിൽ ദൈവം നീതിമാനാക്കണം. നീതി പ്രവൃത്തികൾ ഒന്നും നീതിമാനാകത്തില്ല. നീതിമാൻ വേറെ, നീതി പ്രവൃത്തി വേറെ. നീതി പ്രവൃത്തി വേറെ, നീതിമാൻ, നിങ്ങളിത് നീതി പ്രവൃത്തി വേറെ, നീതിമാൻ വേറെ. നീതി പ്രവൃത്തി വേറെ, നീതിമാൻ വേറെ. നീതി പ്രവൃത്തി കൊണ്ട് ഒരാൾ നീതിമാൻ ആകത്തില്ല. പിന്നെ നീതിമാനാകണമെങ്കിൽ ആർക്ക് മാത്രമേ ആക്കാൻ പറ്റൂ? ദൈവത്തിന് മാത്രമേ ആക്കാൻ പറ്റൂ. ദൈവം നീതിമാനാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നെ, ശാലിനെ നീതിമാനെന്ന് എൻ്റെ ദൈവം സൈൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എഴുതണമെങ്കിൽ, അടിവര ഇടണമെങ്കിൽ എനിക്കെന്തു വേണം? ഞാൻ എന്താകുമ്പോഴാണ് എനിക്ക് കൽപ്പന അനുസരിക്കാൻ പറ്റൂല. എന്ത് വെച്ചാലും എനിക്ക് അനുസരിക്കാൻ പറ്റൂല. ഒറ്റ കൽപ്പന പോലും എൻ്റെ ജീവിതത്തിനകത്ത് വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ കൽപ്പന പോലും എൻ്റെ ജീവിതത്തിനകത്ത് വരുന്നില്ല. അതല്ലേ പറഞ്ഞു പാടുന്ന എങ്ങനെ? മതിയാകുന്നില്ലേ. ഞാൻ എൻ്റെ കാര്യമല്ല, നിങ്ങളാരെയല്ല. അപ്പം എനിക്ക് മനസ്സിലായി, അപ്പാ ജീവിതം ഇന്നും ഞാൻ ഇവിടെ നിന്ന് പോയി തിരിച്ചു വരുന്നവരെ എനിക്ക് തട്ടാണ് കിട്ടിക്കൊണ്ട്. അപ്പം ജീവിതം ഇന്നും ശരിയായിട്ടില്ല കർത്താവേ. അങ്ങയുടെ മുമ്പ് പാടുന്നെങ്കിലും പ്രസംഗിക്കുന്നെങ്കിലും ഇന്നും എനിക്ക് എന്തെല്ലാം ഇനി ശരിയാകാൻ കിടക്കുന്നു അപ്പാ. ഒന്നുമേ ആയിട്ടില്ല. എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിൽ പോകാനും പോകുന്നില്ല. അപ്പം സ്വർഗത്തിൽ പോകണം. എങ്ങനെ പോകാം? വായിച്ചേ. അബ്രഹാം നോക്കിയപ്പോൾ 99 വയസ്സായി. ഭാര്യ നോക്കിയപ്പോൾ അതും വൃദ്ധയായി, ഏതാണ്ട് 90 വയസ്സൊക്കെ ആയി. അപ്പോൾ ഇത്രയും വൃദ്ധയായ മാതാവ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അബ്രഹാമിന് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകത്തില്ല. അബ്രഹാമിൻ്റെ ശരീരത്തെ നോക്കിയപ്പോൾ എന്താ പറഞ്ഞേ? അബ്രഹാം ചിന്തിച്ചു, എൻ്റെ ഈ ശരീരത്തിൽ ഒരു കുഞ്ഞൊരിക്കലും ഉണ്ടാകത്തില്ല. അടുത്ത് സാറായെ നോക്കി, ഭാര്യ അടുത്ത് നിന്ന് അവൾ നോക്കി. സാറായെ നോക്കിയപ്പോൾ ഈ സാറ ഇനിയിപ്പോൾ എങ്ങനെ എണീറ്റിരിക്കാൻ പോലും, നീ ഒരു കുഞ്ഞൊക്കെ വന്ന് 9 മാസമൊക്കെ വയറ് കൊണ്ട് നടന്ന് ഇവളെങ്ങനെ പ്രസവിക്കും? പറ്റില്ല. അപ്പോൾ ആ ശരീരം നോക്കിയിട്ട് ആര് പറഞ്ഞു? ഞാനും അങ്ങനെയല്ലേ ഇപ്പോൾ പറഞ്ഞേ? കർത്താവ്, ഒരു കൽപ്പന അനുസരിച്ച് എനിക്ക് സ്വർഗത്തിലെത്താൻ നിങ്ങൾക്ക് വെളിപ്പെട്ടോ ഇല്ല. ഈ വരി ഞാൻ നിർത്തി പറയുന്നത് അതുകൊണ്ടാണ്. അബ്രഹാം എന്ത് പറഞ്ഞു? കർത്താവ്, ഒരു കുഞ്ഞ് കിട്ടും, നക്ഷത്രങ്ങളെ എണ്ണാൻ പറഞ്ഞു, മക്കളെ തരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കും ഭാര്യയ്ക്ക് ഇതുവരെയും കുഞ്ഞുങ്ങൾ ആയില്ല. ഞങ്ങൾ ശരീരം നോക്കുമ്പോൾ കുഞ്ഞുണ്ടാകത്തില്ല. അബ്രഹാം തീർത്തു പറഞ്ഞു, എനിക്കിനി ഒരിക്കലും കുഞ്ഞുണ്ടാകത്തില്ല. എൻ്റെ ശരീരം നോക്കുമ്പോൾ എനിക്കറിയാം കുഞ്ഞ്, നിങ്ങൾ ശ്രദ്ധിക്കണേ ഈ വചനം, കുഞ്ഞ് ഉണ്ടാകത്തില്ല, എനിക്ക് പറ്റത്തില്ല. സാറായെ നോക്കുമ്പോഴും അവക്കൊരിക്കലും മക്കളെ പ്രസവിക്കാനോ ഇനി ഒരു കുഞ്ഞുണ്ടാകാനോ പറ്റത്തില്ല. രണ്ടുപേരും സമ്മതിച്ചോ ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വർഗത്തിൽ പോവാൻ എന്നെ കൊണ്ടൊരു വരി പറ്റുന്നില്ല, പറഞ്ഞോ ഇല്ലേ? ഇവരുടെ ഭാഗത്ത് ഇപ്പോൾ ആര് നിൽക്കുക? ഞാനും. മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? ആയോ ഇല്ലേ? ഈ അബ്രഹാമും സാറായി ഇങ്ങനെ ചിന്തിച്ചിട്ട് അബ്രഹാം പറഞ്ഞു, സാറായിയെ, എൻ്റെയും ശരീരം നോക്കിയാലും ബലഹീനമാണ്, നിന്റെ ശരീരം നോക്കിയാലും ബലഹീനമാണ്. എന്നാൽ ഒരു ബലവാനാണ് പറഞ്ഞത്, നിനക്ക് കുഞ്ഞിനെ തരാം. അതുകൊണ്ട് എന്നെയും നോക്കണ്ട, നിന്നെയും നോക്കണ്ട, വാക്ക് പറഞ്ഞ സർവശക്തനിലേക്ക് ഞാൻ അങ്ങ് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? ഹല്ലേലൂയ. അയാളുടെ ആരോഗ്യമല്ല, സാറായിയുടെ ആരോഗ്യമല്ല, പിന്നെ ഇപ്പം ആരിലേക്ക് നോക്കി? നിങ്ങൾ വെളിപ്പെട്ടോ ഇല്ലേ? സ്വർഗത്തിൽ പോകാൻ വേണ്ടിയുള്ള കാര്യം പറയുന്നത് വെളിപ്പെട്ടോ ഇല്ലേ? അമ്മേ, സാറായി നോക്കിയാൽ ഒരിക്കലും കുഞ്ഞ് കിട്ടത്തില്ല, അബ്രഹാമിനെ നോക്കിയാൽ ഒരിക്കലും കുഞ്ഞ് കിട്ടത്തില്ല. പക്ഷെ വാക്ക് പറഞ്ഞ ദൈവത്തെ നോക്കിയ സർവശക്തനാണ്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. യേശു വാക്കുമാറുമില്ല, യേശു വാക്കുമാറുമില്ല, വാക്കുമാറുകില്ല, യേശു വാക്കുമാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നെന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല, ഇല്ല, ഇല്ല, ഞാൻ തകരുകയില്ല, ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല.
എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു വാക്കുമാറുകില്ല, യേശു വാക്കുമാറുകില്ല, യേശു വാക്കുമാറുകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കൽപ്പന അനുസരിച്ച് ആർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല, സമ്മതിച്ചല്ലോ. പക്ഷെ നമുക്ക് സ്വർഗത്തിൽ പോവുകയും വേണം. അബ്രഹാം നോക്കി, സാറ നോക്കി, ദൈവം പറഞ്ഞു മക്കളെ നിനക്ക് തലമുറ തരും. എന്നാൽ അബ്രഹാം തൻ്റെ ശരീരത്തിൽ നോക്കി, സാറയുടെ ശരീരത്തിൽ നോക്കി. എന്നിട്ട് അബ്രഹാം പറഞ്ഞു ഒരിക്കലും ഞങ്ങളുടെ ശരീരം കണ്ടാൽ കിട്ടത്തില്ല, പക്ഷേ ഞങ്ങളോട് കൽപ്പിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് വാക്ക് ധരിക്കാൻ പറ്റത്തില്ല, ആ ദൈവത്തിന് വാക്ക് മാറാൻ പറ്റത്തില്ല. ആ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരം നോക്കിയല്ല എൻ്റെ കുഞ്ഞിനെ തരുന്നത്, എൻ്റെ ഭാര്യയുടെ ശരീരം നോക്കിയല്ല തരുന്നത്. വാക്ക് പറഞ്ഞ ദൈവം തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരം ജീവനില്ലെങ്കിലും ഈ ജീവനില്ലാത്ത ശരീരത്തിൽ എനിക്ക് തലമുറയെ തരുവാ എൻ്റെ ദൈവം മതിയായവൻ. ശഖമാന രാഥോരദര ശഖമാന റൂഡമാന റിബലദര സഖമാന രഥരദര ശഖമാന യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ് ജീസസ് ജീസസ്. എത്രയൊക്കെ മനസ്സിലായത് എനിക്ക് അറിഞ്ഞുകൂടാ. റോമർക്കാരുടെ ലേഖനം വായിക്കുമ്പോൾ 4-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ, 22-ാം വാക്യം വായിച്ചേ. അതുകൊണ്ട് അത് അവര് നീതിയായി കണക്കിട്ടു. 17 മുതൽ വായിച്ചു, ഒന്നുകൂടെ 17 മുതൽ വായിച്ചേ. റോമർ 4:17 മുതൽ ഒന്നുകൂടെ വായിച്ചേ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അടുത്തവരി, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി. അവന്റെ ശരീരത്തിലുള്ള നോക്കുമ്പോൾ ഒരു രക്ഷയില്ല, പക്ഷെ ആശയ്ക്ക് വിരോധമായി ദൈവം പറഞ്ഞ വചനത്തെ, വാക്കിനെ അവനങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചിട്ട് പറഞ്ഞു എന്റെ ശരീരമല്ല ഞാൻ നോക്കുന്നത്, എന്റെ ഭാര്യയുടെ ശരീരമല്ല, എന്നോട് വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ വാക്കാണ്. ഇന്നിനകത്ത് ഞാൻ നീ ചെയ്ത പ്രവൃത്തി നോക്കിയ പോക്ക, എന്നാൽ വാക്ക് പറഞ്ഞ ഒരു ദൈവമുണ്ട്. എന്തോന്നാ വാക്ക് പറഞ്ഞു മക്കളെ? ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? അടുത്ത വാക്യം വായിച്ചേ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അടുത്ത വരി, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ, ശ്രദ്ധിച്ചു കേട്ടെ, 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ട്, കാരണം ഒരു കുഞ്ഞുണ്ടാകത്തില്ല ഉറപ്പാ, പക്ഷെ എന്നിട്ടും അടുത്ത് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കണ്ടോ, പുറമേ ക്ഷീണം വന്നു, എന്നാൽ ദൈവം പറഞ്ഞ വാക്കിലോ വിശ്വാസത്തിലോ ആശിക്കുന്നതിന്റെ ഉറപ്പാണ്, പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പാണെന്നൊന്ന് വിശ്വാസം. ഓ, അവൻ പ്രത്യാശിച്ചെന്തോന്നാ? ഈ എൻ്റെ ശരീരവും ഭാര്യയുടെ ശരീരവും കുഴപ്പമാണെങ്കിലും ദൈവം പറഞ്ഞ വാക്കിനൊരിക്കലും കുഴപ്പം വരില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും മരണമില്ല. അത് നടന്നിരിക്കും നീ വിശ്വസിച്ചാൽ. ആമേൻ. അടുത്ത വാക്യം വായിച്ചേ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ. ഭാര്യയെ കണ്ടിട്ട് അയ്യോ ഇനി ഇവക്ക് ഒരു കുഞ്ഞുണ്ടാകത്തില്ല, അതുകൊണ്ട് ഇനി ദൈവം പറഞ്ഞ് നടക്കത്തില്ല എന്നല്ല, സംശയിച്ചില്ല. അയാളുടെ ശരീരം കണ്ടും സംശയിച്ചില്ല. അതുപോലെയാണ് നമ്മൾ. എനിക്ക് അങ്ങനെ ജയിക്കാൻ പറ്റില്ല, ആ പാവം ജയിക്കാൻ പറ്റില്ല, ഞാൻ തോറ്റുപോയി, ഈ പാവം ജയിക്കാൻ പറ്റില്ല, നരകത്തിലേ പോകും, ഇങ്ങനെയല്ല പറയണ്ട. അയ്യോ ഞാൻ ഇത് ചെയ്തില്ല, പോക്ക, അതല്ല പറയേണ്ടത്. ഞാൻ എന്നിൽ ആശ്രയിക്കുകയാണ്. എന്നെ വാക്ക് പറഞ്ഞ ദൈവം അബ്രഹാമിൻ്റെ സാറയുടെ ശക്തി കണ്ടല്ല അവിടെ അവരെ നീതിമാന്മാരാക്കിയത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ നോക്കുമ്പോൾ എൻ്റെ കഴിവും മിടുക്കും നോക്കുമ്പോൾ ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല. പക്ഷേ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കഴിവ് നോക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തി നോക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് പേർ വിളിക്കും, നേരം കാണും, പേർ വിളിക്കും, നേരം കാണും, പേർ വിളിക്കും, നേരം കാണും, പേർ വിളിക്കും, നേരം കാണും, എൻ പേരും. ഹല്ലേലൂയ. ആ വാക്യം വായിച്ച ഒന്നുകൂടെ
വായിച്ച വരി ഒന്നുകൂടെ വായിച്ചേ. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് അടുത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അബ്രഹാം പറഞ്ഞു, എന്റെ ശരീരമല്ല, എന്റെ ഭാര്യയുടെ ശരീരമല്ല, ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് എനിക്ക് കിട്ടിയിരിക്കും. ഇതിൽ ഉറച്ചപ്പോൾ എന്തെഴുതി ദൈവം? അടുത്ത വാക്ക് ഇമ്പോർട്ടന്റ്, മറക്കരുത്. ആ ഹൃദയത്തിനകത്ത് ആ വചനത്തെ അടിവരയിട്ട് സ്വീകരിച്ചോളണം. അടുത്ത വാക്യം വായിച്ചേ. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. ഇപ്പൊ നീതിയായി കണക്കിട്ട് എന്തെന്നാ? ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ വിശ്വസിച്ചതാണ് നീതിയായി. മനസ്സിലായോ? അബ്രഹാം ചെയ്തത് കൊണ്ടാണോ സ്വർഗത്തിൽ പോയേ? അബ്രഹാമിന്റെ ശരീരം നോക്കിയാണോ കുഞ്ഞു കിട്ടിയേ? പിന്നെ എന്തുകൊണ്ട്? അബ്രഹാം ബലഹീനരാണ്, സാറ ബലഹീനയാണ്. പക്ഷേ പറഞ്ഞ ദൈവം ബലഹീനനല്ല. പറഞ്ഞ വാക്ക് കണ്ണടച്ചു പിടിച്ച് വിശ്വസിച്ചപ്പോൾ ദൈവം അവന്റെ പേരിന്റെ താഴെ വരയിട്ടൊരു സൈൻ ചെയ്തു. അബ്രഹാം നീതിമാൻ. ആര് സൈൻ ചെയ്തു? യേശു സൈൻ ചെയ്തു. ഞാൻ നേരത്തെ എന്താ പറഞ്ഞ? എല്ലാത്തിലും തോറ്റ് തൊപ്പിയിട്ട് വട്ടപൂജ്യത്തിനെക്കാളും താഴെ കിടക്കുന്ന ശാലിനിയുടെ തൊട്ടപ്പുറത്ത് യേശു അടിവരയിട്ട് എഴുതി വെച്ചു. എന്തോന്ന് എഴുതി വെച്ചു? ഞാൻ അവളെ നീതീകരിച്ചു. എന്തുകൊണ്ടാ? എന്നോട് യേശുപ്പച്ചൻ പറഞ്ഞു, മക്കളെ, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, നിനക്ക് വേണ്ടി അടക്കപ്പെട്ടു, നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, നിനക്ക് വേണ്ടി ഞാൻ സ്വർഗത്തിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് നിന്നെ ഇരുത്തും, ഞാൻ പോകുന്നു, ഞാൻ വേഗം വരും, നിന്നെയും ഇരുത്തും എന്നുള്ള വചനം ഞാൻ അങ്ങ് ഉറപ്പിച്ച് വിശ്വസിച്ചപ്പോൾ ആ വിശ്വാസം നീതിയായി ദൈവം കണക്കിട്ടു. എങ്ങനെ സ്വർഗത്തിൽ പോകുന്നേ? ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണോ? അപ്പൊ ചെയ്യേണ്ടതാണോ? ചെയ്തേ തീരൂ. ചെയ്യേണ്ട എല്ലാം ചെയ്യണം. പക്ഷെ സ്വർഗത്തിൽ പോകാനുള്ള മാനദണ്ഡം ഞാൻ ചെയ്തത് മാത്രമല്ല, ക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കണം. വായിച്ച 4:23, റോമർ 4:23 വായിച്ചോ. അവന് കണക്കിട്ടെന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. എന്നെ നിങ്ങളെ ഇന്ന് വിശ്വസിക്കുന്ന ആരെല്ലാം ഉണ്ട്? അവരെ എല്ലാരും കൂടി വിചാരിച്ചാകുന്നു. അടുത്ത വരി. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, നോക്കിയേ, എന്റെ പാപങ്ങൾ നിമിത്തം, അതിക്രമങ്ങൾ നിമിത്തം. അടുത്ത വരി. മരണത്തിന് യേശുവിനെ ഏൽപ്പിച്ചു. അടുത്ത നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ. മനസ്സിലായി? യേശുവിനെ ഉയർപ്പിച്ചിട്ടുണ്ടോ? അത് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എന്നെയും എന്ത് ചെയ്യും? ഉയർപ്പിച്ച സ്വർഗത്തിൽ. നിങ്ങൾക്ക് മനസ്സിലായോ? നീ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചാലേ നിന്നെ നീതിമതിയാക്കി മാറ്റണമെങ്കിൽ വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കണം. എന്റെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്തില്ല? സ്വർഗത്തിൽ പോകത്തില്ല. അതുകൊണ്ട് റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10 വാക്യം വായിക്കുമ്പോൾ, പെട്ടെന്ന് വായിച്ചേ. റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 10-ാം അധ്യായം 9-10 വാക്യം വായിച്ചേ. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അടുത്ത എബ്രായർക്ക് ലേഖനം 5:7-8 വായിച്ചേ. 7-8 എബ്രായർക്ക് ലേഖനം 5-ാം അധ്യായം 7-8 വായിച്ചേ. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം. ഇവിടെ യേശു കരയുകയാണ്, യേശു നിലവിളിക്കുകയാണ്, യേശു പ്രാർത്ഥിക്കുകയാണ്. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ആർക്ക് വേണ്ടി കരഞ്ഞു? ഞാൻ പറയട്ടെ, നമ്മൾ ജനിക്കും മുമ്പേ നമുക്ക് വേണ്ടി കരഞ്ഞ ഒരാളുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളുണ്ട്. നമ്മൾ പറയും, യേശുപ്പാ, ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ചെന്ന് ഇത് സ്വർഗത്തിൽ പോകത്തില്ല. പക്ഷെ യേശു പ്രാർത്ഥിച്ച ദൈവം കേൾക്കില്ലേ? യേശു പ്രാർത്ഥിച്ച ദൈവം കേൾക്കോ? ഞാൻ പ്രാർത്ഥിക്കുന്ന അനേകർ പറയും, ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല സിസ്റ്റർ എന്ന് പറയാറുണ്ടല്ലേ? നമ്മൾ പലരും പറയാറില്ലേ, ഞാൻ ഇന്നത് വിഷയം പ്രാർത്ഥിച്ചു, കർത്താവ് കേട്ടില്ല എന്ന് പറയാറില്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, യേശു പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കോ ഇല്ലേ? കേൾക്കും. ഉറക്കെ പറഞ്ഞ് കേൾക്കോ ഇല്ലേ? കേൾക്കും. അപ്പം എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി യേശു പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലേ? അപ്പം അത് ദൈവം കേട്ട് കാണോ? എന്തിനു വേണ്ടിയാണ് യേശു കരഞ്ഞത്? വായിച്ചേ, ഇപ്പം വായിച്ച വാക്യം.
ഈ ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതിനോട് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും അപ്പോഴും മരണത്തിൽ നിന്ന് ജീവൻ കിട്ടി യേശുവിന്. യേശു കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം യേശു മരിച്ചില്ലേ? പിന്നെ ഇവിടെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന എഴുതിയിരിക്കുന്ന ആരുടെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന? യേശു കരഞ്ഞു, യേശു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ? ഇല്ല. യേശു മരിച്ചില്ലേ? അപ്പൊ അവിടെ യേശു കരഞ്ഞ ആരുടെ മരണത്തിൽ രക്ഷിക്കാനാ? എൻ്റെയും നിങ്ങളുടെയും. യേശു കരഞ്ഞ ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി യേശു കരഞ്ഞ് പ്രാർത്ഥിച്ചു. നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് എന്തുകൊണ്ടാ? ഞാൻ കരഞ്ഞോണ്ടല്ല, പിന്നെ യേശു അന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അല്ലേ? വായിച്ച അടുത്ത വരി. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരണം പഠിച്ച യേശു എന്ത് ചെയ്തു? തികഞ്ഞവനായി. എന്തിനു വേണ്ടി? തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. നിത്യരക്ഷയുടെ കാരണഭൂതനായി തീരുവാൻ യേശു എന്ത് ചെയ്തു? അനുസരിച്ചു. വീണ്ടും എബ്രായർ 6:17-18 വായിച്ചേ. ഏത് മനുഷ്യനായിരുന്നാലും യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ ചെന്ന് കർത്താവേ ഞാൻ പാപിയാണെന്ന് കരഞ്ഞാൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഏത് പാപിക്കും എന്തുണ്ട്? പാപമോചനമുണ്ട്, നിത്യരക്ഷയുണ്ട്, നിത്യജീവൻ ലഭിക്കും, നിത്യതയിൽ കയറിപ്പോകാൻ. സ്നേഹിതരെ, ഏത് കൊടുംപാവിയെയും കൊണ്ടുപോകാനാണ് യേശു മരിച്ചത്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, എൻ്റെ നിങ്ങളുടെ നീതി പ്രവർത്തികൾ കറപുരണ്ട തുണി പോലെ പ്രമാണം അനുസരിച്ച് നമുക്ക് സ്വർഗത്തിൽ പോകാമെന്ന് വെച്ചാൽ പറ്റത്തില്ല. പിന്നെയോ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ച്, അപ്പാ ഇന്നതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, എനിക്ക് രക്ഷപ്പെടണം, കർത്താവ് എന്നിൽ നിറയണമേ, അങ്ങനെ രക്ഷിക്കണമേ, എന്നെയും കൂടെ രക്തം കൊണ്ട് കഴുകണമേ, എൻ്റെ പാവക്കറകളെ പോക്കണമേ, അങ്ങ് വാഗ്ദത്തം ചെയ്ത വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നൊരാൾ ദൈവഭാഗത്ത് നെടുമ്പാട വീഴുമ്പോൾ സ്വർഗം ഇറങ്ങി വന്ന് ആ പാവക്കറകളെ ക്ഷമിക്കും. ഓ, നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെടുന്ന എനിക്കറിയത്തില്ല. പറഞ്ഞ എബ്രായർ 6:17-18 വായിച്ചേ, 19-20 വായിച്ചേ. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയിടുന്ന എന്തിനാണ്? ആണയിടാൻ ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? ആണയിടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണയിടുന്ന എന്തുകൊണ്ടാണ്? സാധാരണ ആൾക്കാർ ആണയിടുന്ന എന്തുകൊണ്ടാണ്? പറഞ്ഞ വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തിനെ കൊണ്ടും എന്ത് ചെയ്യും? കള്ളാണയൊക്കെ. ഇവിടെ യേശു കള്ളാണോട്ടെ. പിന്നെ ആരെക്കൊണ്ടാണ് സാധാരണ ആണ ഇടുന്നത്? സമയമില്ല, എനിക്ക് തീർക്കുകയും വേണത്. ആരെക്കൊണ്ടാണ് ആണ ഇടുന്നത്? നമ്മളെക്കാളും വലിയവരെ കൊണ്ടല്ലേ ആണ ഇടുന്നത്? ആണോ? അല്ലേ? ഇന്ന ആളാണ്, ദൈവത്തിനാണ്, അപ്പനാണ്, അമ്മയാണ്. ഇനി മക്കളെ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്ന സ്ത്രീ പ്രിയപ്പെടുന്നെങ്കിൽ മക്കളാണെന്നൊക്കെ അങ്ങ് വിളിച്ച് ആണ ഇടുന്നില്ലേ? ഏറ്റവും പ്രിയപ്പെട്ടതിനെ കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ആണ ഇടുന്നത് അല്ലേ? അപ്പം യേശുവിന് വലുതായിട്ട് പറയാൻ ആരെ മാത്രമേ ഉള്ളൂ? യേശു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വെളിപ്പെട്ടില്ലേ? നമ്മളെ കൊണ്ടല്ല, നമ്മളെക്കാളും വലിയവരെ കൊണ്ടാണ് ഇടൂല്ലേ? യേശു എന്തിനാണ് ആണയിട്ടത്? യേശു പറഞ്ഞ്, മക്കളെ നിന്റെ ഒരു പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല? പറ, ആരും എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കാൻ മനസ്സില്ല. ഈ പാവിയോ ഞാൻ സ്വർഗത്തിൽ പോകുന്നോ? ഈ കള്ളത്തരം പറയുന്ന ആളോ, ഈ പകയുള്ള ആളോ, ഈ പിണക്കുള്ള ആളോ, ഈ കൺമുള്ള ആളോ, ഈ ജഡമുള്ള ആളോ, കർത്താവേ ഞാൻ പോകത്തില്ല. ദുർമനസാക്ഷി കൊണ്ട് ആളുകൾ പറയും, കർത്താവേ ഞാൻ പോകത്തില്ല. അപ്പൊ യേശു പറയുന്നു, ആണയിട്ട് പറയുന്നു, എടാ നീ പോകും. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നോക്കിയ റോമർക്ക് ലേഖനം 8-23 വാക്യം വായിച്ചേ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശ ഒന്നും പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നതിന് നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നോക്കിയേ, ഒന്നുകൂടെ വായിച്ചേ.
ഒന്നുകൂടെ വായിച്ചേ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. എന്താണ് ഞരക്കം എന്ന് അർത്ഥം? എന്താ ഞരക്കം എന്ന് അർത്ഥം എന്താ? ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബുധനാഴ്ച വണ്ടി വന്നില്ല, മരപ്പാട് നിൽക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് പോകും, ഫോൺ എടുക്കും, ആരാ വിളിക്കുക, അവിടെ നിന്ന് കോൾ വരുന്നുണ്ട്, ഇവിടെ നിന്ന് കോൾ വരുന്നുണ്ട്, നെയ്യാറ്റിങ്കിൽ നിന്ന് കോൾ വരുന്നുണ്ട്, അപ്പുറത്തുനിന്ന് കോൾ വരുന്നുണ്ട്, ഇപ്പുറത്ത് സിസ്റ്റർ ഇത് ഇവിടെ വന്നില്ല, വണ്ടി എത്തിയില്ല, എന്താണ് അവിടെ അപ്പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്, ഇപ്പുറത്ത്. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടി. ഞരക്കമാണ്. എന്താണ്? എന്തിൻ്റെ ഞരക്കമാണ്? വണ്ടി വന്നില്ലാത്ത ഞരക്കം. ഇതിനകത്ത് എത്ര പേർക്ക് യേശു വരാത്തതിൻ്റെ ഞരക്കമുണ്ട്? ഞരക്കാക്കൊണ്ട് കർത്താവിനെ കണ്ടില്ലല്ലോ ദൈവമേ, കർത്താവിനെ കണ്ടില്ലല്ലോ അപ്പ, ഇന്നും വന്നില്ലല്ലോ, ഇനി എപ്പോൾ വരും എന്നുള്ള ഞരക്ക ആർക്കെങ്കിലും ഉണ്ടോ? നമ്മൾ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ ദൈവമേ, ഇങ്ങനൊരു ഞരക്കാക്ക് വേണം. എന്താന്ന് ഞരക്കാം? വണ്ടി വന്നില്ലല്ലോ, കണ്ടില്ലല്ലോ, ഒന്ന് വന്നെങ്കിൽ എത്ര പേര് ഫോൺ വിളിക്കുന്നു, സിസ്റ്ററെ കണ്ടില്ല, ഞാൻ ഇറങ്ങയാ, അയ്യോ എല്ലാവരും നോക്ക്. ഇതുപോലെ യേശുവിനെ നോക്കിയിരിക്കുന്ന ആരുണ്ട്? ഇന്ന് ഇതിനകത്ത് എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ഓട്ടം, എൻ്റെ അധ്വാനം, എൻ്റെ നോട്ടം, എൻ്റെ ചിന്ത, എൻ്റെ അരിമനാഥന്റെ വരവിനാണ്. ഇന്ന് എത്ര പേർ ഞരങ്ങുന്നുണ്ട് സ്നേഹിതരെ? ഈ ഒരു ഞരക്കം ആർക്കുമില്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഈ ഒരു ഞരക്കം എനിക്ക് വേണം, ഈ ഒരു നിത്യത എനിക്ക് വേണം. യേശുപ്പൻ വരുമ്പോൾ എനിക്കൊന്ന് കാണണം. കർത്താവേ എപ്പോൾ വരും? ഇന്ന് രാത്രി വരുമോ? രാവിലെ ഞാൻ ഉണരുമ്പോൾ എൻ്റെ അടുത്ത് ഇറങ്ങി വരുമോ? ഇന്ന് അടുത്ത രാത്രി നീ വരുമോ? ഇന്ന് പ്രഭാതി വരുമോ? ഇന്ന് പള്ളി ഇരിക്കുമ്പോൾ വരുമോ? അയ്യോ ഇതിനകത്ത് നിന്ന് എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് വരാൻ അങ്ങ് എപ്പോ വരും? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഒന്നുകൂടെ വായിച്ച് എബ്രായർ ലേഖനം 6-ാം അധ്യായം 17, 18, 19, 20 വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. വായിച്ചേ. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് കർത്താവ് പറഞ്ഞു. മക്കളെ നീ ഞാൻ നമ്മളെന്താ പറഞ്ഞേ? കർത്താവ് ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല. യേശു പറഞ്ഞു, മക്കളെ നിന്നെ നോക്കിയാൽ നീ സ്വർഗത്തിൽ പോകത്തില്ല, നരകത്തിൽ പോകും. പക്ഷെ നിന്നോട് വാഗ്ദത്തം ചെയ്ത് എൻ്റെ ദൈവത്തെ നീ നോക്കിയാൽ നീ എവിടെ പോകും? അപ്പച്ചൻ വാഗ്ദത്തം ചെയ്തതിൽ ഉറപ്പ് പ്രാപിക്കുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന്. അപ്പാ ഞാൻ ആ വാക്കിലാണ് ഉറപ്പിക്കുന്നത്. ഞാൻ ഉറപ്പായിട്ട് ഇന്ന് മരിച്ച ഞാൻ യേശുവിൻ്റെ അടുത്ത് വന്നിരിക്കും. ആരൊക്കെ ഉറപ്പിച്ച് പറയുന്നുണ്ട്? എൻ്റെ അപ്പൻ വന്ന ഞാൻ ഉറപ്പായിട്ട്, കാരണം എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. വായിച്ച അടുത്ത വരി. അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാൽ ഉറപ്പ് കൊടുത്തു. എങ്ങനെന്നു? ഒരു ആണ ഇട്ടിട്ട് പറഞ്ഞു. ആരെ കൊണ്ട്? ദൈവത്തെ കൊണ്ട് ആണ പറഞ്ഞു. മക്കളെ ഞാൻ പറഞ്ഞത് ഉറപ്പാണ്. കണ്ടോ? അടുത്ത്. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചോളണം. ഏത് പ്രത്യാശ? എൻ്റെ പ്രാണപ്രിയം വരുമ്പോൾ ഞാൻ പോകും എന്നുള്ള പ്രത്യാശ പിടിച്ചോളണം. അടുത്ത വരി. ശരണത്തിനായി ഒരു ഏത് പാവി ശരണത്തിനായി ഓടി യേശുവിന്റെ കാൽക്കൽ വന്നാൽ, അപ്പാ എൻ്റെ നീതി പ്രവർത്തികൾ കൊണ്ട് ഒരിക്കൽ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, സ്നാനം മാത്രം. അങ്ങ് പറഞ്ഞതുപോലെ വെള്ളത്തിനകത്ത് മുങ്ങി സ്നാനപ്പെട്ടു. പക്ഷെ വേറെ ഒന്നും എൻ്റെ യേശുവിനെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് എൻ്റെ യേശുവിനെ പോലെ ചെയ്യണം. അങ്ങ് ശക്തി തരണം അപ്പാ. ഇതാ അപ്പൻ്റെ പാദപീഠത്തിൽ വന്ന് വീണ് കിടക്കുന്നു. ആ രക്തം കൊണ്ട് എന്നെ കഴുകണമെന്ന് ശരണത്തിനായി ഓടി ആര് വന്നാലും അവരെ തള്ളിക്കളയത്തില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലേ, നീ എത്ര കൊടുമ്പാവിയായാലും ശരണത്തിനായി എൻ്റെ പ്രാണപ്രിയന്റെ മുൻപിൽ മുട്ടുമടക്കിയാൽ എൻ്റെ യേശു പാവത്തെ ക്ഷമിക്കും. അടുത്തവർ വായിച്ചേ. ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്കു പറവാൻ കഴിയാത്തതുമായ. ഇത് മാറൂല. പിന്നെ ദൈവം കള്ളം പറയുന്നതല്ല, സ്വർഗത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ചാൽ കൊണ്ടുപോകാൻ തന്നെ ചെയ്യും. ആളുകൾ പറയുന്നത് നോക്കല്ലേ. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവ് പറയും, ഓ എവള് എന്നെ പെന്തക്കോസ് വെള്ളം ഇട്ടൊന്നും സ്വർഗത്തിൽ പോകൂല, നീ പോകൂലടി എന്ന് പറയുമ്പോഴേ നിങ്ങൾ ശരി തന്നെ ചേട്ടാ, അങ്ങനെയല്ല പറയേണ്ടത്. ഇപ്പം വിളിച്ചാലും ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോകും. എൻ്റെ കഴിവുകൊണ്ടല്ല, എൻ്റെ മിടുക്കുകൊണ്ടല്ല, എന്നോട് വാക്ക് പറഞ്ഞ എൻ്റെ ദൈവം പാവമില്ലാത്തവനാകയാൽ, കള്ളം പറയാത്തവനാകയാൽ, ആണ കൊണ്ട് വാക്ക് തന്നവനാകയാൽ, എൻ്റെ കഴിവുകൊണ്ടല്ല, എൻ്റെ മിടുക്കുകൊണ്ടല്ല, എൻ്റെ ദൈവം തന്ന വാക്കിനാൽ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്ക കയറി ചെന്നിരിക്കും. യേശു ഇരിക്കുന്നിടത്ത് എന്നെ ഇരുത്തും. അതാണ് എന്നോട് എൻ്റെ പ്രാണപ്രിയൻ പറഞ്ഞ വാക്ക്. അല്ലാതെ ഭർത്താവ് പറഞ്ഞെന്ന് കരുതി കപ്പൽ മറിഞ്ഞു, ഭാര്യ പറഞ്ഞെന്ന് കപ്പൽ മറിഞ്ഞു ഇരിക്കാനല്ല നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്. ചുറുചുറുക്കോടെ പറയണം.
ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ. ആ രണ്ട് കാര്യം അടുത്ത ആഴ്ച പറയാം. രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അടുത്ത് അത് നിശ്ചയവും, അത് നിശ്ചയമുള്ളത്, ഉറപ്പുള്ളതും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക്. എവിടെയാണ് തിരശ്ശീലയ്ക്കകത്ത്? സ്വർഗത്തിലേക്ക്. നിന്റെ പാപം എത്ര കടിച്ചോപ്പായിരുന്നാലും നീ ഒന്ന് പറ, യേശുവേ ആ രക്തം കൊണ്ട് കഴിയണമെന്ന് പറ, നിനക്ക് സ്വർഗം ഉറപ്പാ. നീ എന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിയില്ലേ? നീ എന്റെ രാജ്യത്തിൽ മോനെ, നീ എന്റെ രാജ്യത്തിൽ ഞാൻ ഇരിക്കുന്നിടത്ത് നീ വന്നിരിക്കും. അത് എന്റെ വാക്കാണ്. നിന്റെ അയൽവാസി തന്ന വാക്കല്ല, നിന്റെ ബന്ധു തന്ന വാക്കല്ല, നിന്റെ വീട്ടുകാർ തന്ന വാക്കല്ല, നിന്റെ ദൈവം തന്ന വാക്ക്. ആരെ വാക്കിൽ വിശ്വസിക്കും? ദൈവത്തിന്റെ വാക്കാണോ ശരി? അപ്പുറത്ത് പറഞ്ഞ മനുഷ്യന്റെ വാക്കാണോ ശരി? നമ്മളെപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്ന നമ്മുടെ വീട്ടിനകത്തുള്ള അംഗങ്ങളുടെ വാക്കാണോ ശരി? നമ്മുടെ മക്കളുടെ വാക്കാണോ ശരി? നമ്മുടെ ഭർത്താവിൻ്റെ ഭാര്യയുടെ വാക്കാണോ ശരി? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാക്കാണോ ശരി? ഏതാ ശരി? പറ, ഏത് വാക്കാ ശരി? അപ്പൊ കൽപ്പന അനുസരിച്ച് സ്വർഗത്തിൽ പോകാൻ ആർക്കെങ്കിലും പറ്റുമോ? അപ്പൊ ആരേ പോകൂ? കൽപ്പന അനുസരിച്ച് പോകാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് പറ്റില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുന്നവൻ എവിടെ പോകും? ഉറപ്പാണ്. ഈ ഉറപ്പിന്ന് പ്രാപിച്ചോളണം. നമുക്ക് എല്ലാവർക്കും നിൽക്കാം. കേട്ട വചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കാം. എന്നെ കർത്താവിൻ്റെ അടുക്കലേക്ക് വരാം. യേശുവിനോട് പറഞ്ഞ കർത്താവേ, ഇതാ ഞാൻ അപ്പൻ്റെ അടുക്കലേക്ക് വരുന്നു. വാഗ്ദത്തം ചെയ്ത കർത്താവ് ഒരിക്കലും വാക്ക് മാറുകയില്ല. ഓ ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞ കർത്താവ്, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. പാപങ്ങൾ ഏറ്റു പറഞ്ഞ് യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച്, എല്ലാവരും ആശ്രയിച്ച് യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് കർത്താവേ, ആ രക്തത്തിൻ്റെ മുൻപിൽ ഞാൻ വരുന്നപ്പാ. ഞാൻ ശരണത്തിനായി ഓടി വരുന്നവർ ആരും തള്ളിക്കളയുന്നില്ല. ദൈവം ആരെയും തള്ളിക്കളയത്തില്ല.